ഷിജു യൂസി തിരക്കഥാകൃത്താണ്. ക്യാമറാമാൻ വിദ്രാജ്, അതോടൊപ്പം തന്നെ മ്യൂസിക് ഡയറക്ടർ ശിബു സുകുമാരൻ, നിർമ്മാതാവ് അജയനി, സംവിധായകൻ പപ്പൻജി നമ്പ്യാർ, നായകൻ പ്രശാന്ത് മുരളി. നമ്മുടെ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ താരമുണ്ട് പ്രസ് മീറ്റ് പങ്കെടുക്കാൻ. 99 വയസ്സുള്ള നമ്മുടെ നാരായണ അമ്മൂമ്മ ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്ത്. പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ണിരാജ, നായിക ചിത്ര നായർ, രമ്യ സുരേഷ്. വയസ്സത്രയായി ഈ മാസം 28-ന് തീർത്തിലെത്തുകയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രായം പലപ്പോഴും എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നമായി തോന്നാറുണ്ട്. മുമ്പൊക്കെ സ്ത്രീകൾ പ്രായം പറയാൻ മടിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആണുങ്ങളും ഏകദേശം അതുപോലെ തന്നെയാണ്. 30 വയസ്സൊരു 3 വർഷം പറയും, 40 വയസ്സൊരു 4 വർഷം പറയും, 50 വയസ്സൊരു 5 വർഷമെങ്കിലും പറയും. അപ്പം മോളോട് കയറി പോകുമ്പോൾ എന്തുകൊണ്ടോ അവർക്ക് പ്രായം പറയാൻ മടിക്കാറുണ്ട്. ഈ സിനിമയിൽ 35-36 വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരുടെ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നർമ്മത്തിൽ ചാലിച്ച് ഈ സിനിമയിൽ പറയുന്നത്. ഈ സിനിമ എന്താ പറയാ, ഇതൊരു കേരളത്തിൽ ഇന്ന് മൊത്തം പറയാൻ പറ്റില്ലെങ്കിൽ പോലും മലബാറിലും അതുപോലെ എറണാകുളം, തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആ പ്രശ്നമുണ്ട്. ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്തൊരു വിഷയമുണ്ട്. ഈയിടെ കൊല്ലത്ത് കടക്കൽ എന്ന സ്ഥലത്ത് ഒരു യുവാവ് തനിക്ക് പെണ്ണ് കിട്ടാനില്ലെന്നും 35 വയസ്സായെന്നും അതുകൊണ്ട് തനിക്കൊരു പെണ്ണിനെ കെട്ടിച്ചു തരണമെന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിരുന്നു. പത്രക്കാരൊക്കെ അടുത്ത് കൂടി ചോദിച്ചു, എന്താ ഇങ്ങനെയല്ല, എനിക്ക് പെണ്ണ് കിട്ടാനില്ല, അത് ഗവൺമെന്റിന്റെ അതിലെ പോലീസ് ആണ്, അവര് അതിന് പരിഹാരം കാണട്ടെ എന്നാണ് ആ യുവാവ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ പോലീസ് സ്റ്റേഷന് ഇതിനൊരു തീരുമാനം ഉണ്ടായാൽ എന്ത് ചെയ്യും പറഞ്ഞു, പുള്ളി കോടതിയിൽ പോകും. അപ്പൊ അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിന് പോലും ഒരുപക്ഷെ തലവേദന ആകാൻ പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വിഷയം, പെണ്ണ് കിട്ടാത്ത വിഷയം കടന്നു പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക, ഇതിൻ്റെ നിങ്ങൾ കാണേണ്ടതാണ്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എന്താ പറയുക, മീഡിയയും അതുപോലെ തിയേറ്റർ ഓണേഴ്സും പ്രേക്ഷകരും നല്ല സിനിമയാണ് എന്ന് പറയുകയും എന്നാൽ തിയേറ്ററിൽ ആരും പോകാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ മീഡിയ സപ്പോർട്ട്, മാർക്കറ്റിംഗ്, തിയേറ്റർ ഓണേഴ്സിൻ്റെ സപ്പോർട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു സിനിമ വിജയിക്കൂ. പ്രേക്ഷകർ വരണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും എന്താ പറയുക, ആത്മാർത്ഥമായി സഹകരിച്ചാൽ ഈ സിനിമ നല്ലൊരു വിജയത്തിലെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിലെ കഥാപാത്രങ്ങളൊക്കെയും നമ്മൾ കണ്ട, അല്ല നമ്മളെ വീട്ടിലുള്ള, അല്ല അടുത്ത വീട്ടിലുള്ള, അല്ല നമ്മളെ സമൂഹത്തിൽ എവിടെയൊക്കെ കണ്ടു മറന്ന കഥാപാത്രങ്ങളാണ് ഒട്ടുമിക്കാലും ഈ സിനിമയിലുള്ളത്. ഈ പടത്തിൽ അഭിനയം എന്നൊരു സംഭവം അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരും പെരുമാറുകയാണ് ചെയ്തത്, ബിഹേവിങ് ആണ്. ഇപ്പോൾ ഒരു സിനിമ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പം എന്തായാലും കൂടുതൽ പറയുന്നില്ല. ഈ സിനിമ നിങ്ങളെല്ലാവരും സപ്പോർട്ടോടുകൂടി ഇതൊരു വിജയ സിനിമയായി മാറ്റണമെന്ന് എന്താ പറയുക, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. വയസ്സത്രയായി 28-ന് തിയേറ്ററിലെത്തിയാണ്. വലിയൊരു സിനിമ അപ്പുറത്തുണ്ട്, നജീബിൻ്റെ കഥ പറയുന്ന ആടുജീവിതം. പെണ്ണ് കിട്ടാത്തവരുടെ കഥ പറയുന്ന ഒരു സിനിമ ഇപ്പുറത്തും ആണ് നമ്മുടെ സിനിമ. അപ്പോൾ കുടുംബസമേതം എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു നല്ല കോമഡി എൻ്റർടൈനാണ്. സമകാലിക പ്രാധാന്യമുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ട് സിനിമ എടുത്തെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നിങ്ങൾക്കെല്ലാവരും പരിചയമുള്ള ആളാണ് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും. പ്രശാന്ത് മുരളി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു ഷോർട്ട് ഫിലിമിലൂടെ എല്ലാം. നാത്താൻ കേസ് റോഡിലെ ചിത്ര, രമ്യ സുരേഷ് പടവട്ടിൽ നല്ല അഭിനയം കാഴ്ചവെച്ച് നെരിപ്പിനാണ് സംവിധാനം ചെയ്തത്. ഒരുപാട് പഴയകാല സിനിമകളുടെ ഒരു ഡയറക്ടറായിരുന്നു. ക്യാമറ സമീർ ജിബ്രാൻ, മ്യൂസിക് ഡയറക്ടർ, നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ജനറൽ എടുക്കുന്ന സിനിമ കൂടിയായിരിക്കും ഇത്. ഹൈദപ്രത്തിൻ്റെ പാട്ടിന് നന്നായിട്ട് മ്യൂസിക് ഡയറക്ടറിൻ്റെ മ്യൂസിക് സംവിധാനം കൊടുത്തത് ഷിബു ആണ്. സിനിമ 28 തിയേറ്ററിൽ എല്ലാവരും എത്തിയിട്ട് കാണണം. മലബാർ ഭാഷ സംസാരിക്കുന്ന കായിക പ്രാധാന്യമുള്ള സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത് ശ്രീമതിയോട് പറയാനുള്ളൂ. ഇതൊക്കെ തന്നെ ഒരു ഫാമിലി കോമഡി എൻ്റർടൈനറാണ്. എൻ്റെ കരിയറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 10-30 സിനിമകളോളം ചെറിയ വേഷങ്ങൾ ചെയ്തു. അതിനുശേഷം എന്നെ തേടിയെത്തിയ ഒരു സിനിമയാണ് വയസ്സത്രയായി. ഇതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നു എന്നുള്ളത് എനിക്കിനി എൻ്റെ മുന്നോട്ടുള്ള കരിയറിലെ ഒരു വഴിത്തിരിവാണ്. അത് ഏത് രീതിയിൽ പോയാലും അത് രണ്ട് രീതിയിലും എന്നെ അഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാധ്യതയും ഇതിൻ്റെ
റെസ്പോൺസിബിലിറ്റി എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാരം കുറയ്ക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ പടം ഹിറ്റാവണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിന് ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും കുടുംബമായിട്ട് പോയിട്ട് സിനിമ കാണുക, അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ ചോദിക്കാം. സിനിമ വലുത് ചെറുത് എന്നൊന്നുമില്ല. അപ്പോൾ എല്ലാ സിനിമേൻ്റെ പുറകിലും അതിൻ്റെതായ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ ആൾക്കാർ. നിങ്ങളിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രമേയമായി വരുന്നു. വയസ്സെത്രയായി. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതിൽ ബബിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. വടകര മാത്രമല്ല, നമ്മുടെ നാട്ടിലും വീട്ടിലും ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട് ഈ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. കാണുക, അത് മാത്രം. 30 അത് മാത്രമേ പറയാനുള്ളൂ. നന്നായി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏതൊരു സിനിമയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ നന്നായി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുനിന്ന് എന്താ പറയണ്ടത്, അത് മാത്രമല്ല അഭിനയം എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് ആ ഒരു പ്രയാസങ്ങൾ. ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവരേതായ രീതിയിൽ 100% കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്. എല്ലാവരും പോയി കാണണം. മക്കളെ സിനിമ കാണാൻ 28-ാം തീയതി ടാക്കീസിലെല്ലാം വരും. വയസ്സത്തിലെ 30 എന്നുള്ള സിനിമ കാണാൻ എല്ലാവരും, മക്കളും കുട്ടികളും എല്ലാവരും പോയി കാണണം സിനിമ. ഈ അമ്മമ്മക്ക് 99 വയസ്സായി. മലയാള സിനിമ ഏറ്റവും പ്രായം കൂടിയ നടിയാണിത്. അമ്മമ്മ 99 വയസ്സിൽ അമ്മമ്മ അതുപോലെ 5-6 മാസം പ്രായമുള്ള ചെറിയ മക്കളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞതും ഏറ്റവും പ്രായം കൂടിയ അഭിനയിക്കുന്ന സിനിമയാണിത്. ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, സമകാലിക പ്രസക്തി ഈ കഥക്കുണ്ടല്ലോ. ഈ 30-35 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞു നമ്മളെ കേരളത്തിൽ അങ്ങോളം നടക്കുന്നൊരു വിഷയമാണ്. അപ്പം ഞങ്ങൾ നടന്നൊക്കെ വടകര ഭാഗത്തുനിന്നൊക്കെ കേരളത്തിൽ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് കൊടകിലും മൈസൂരൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്നൊരവസ്ഥയുണ്ട്. അവിടെ ബ്രോക്കർമാർ ശരിക്കും ഇതൊരു കച്ചവടമാക്കിയിരിക്കുകയാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ബ്രോക്കർക്ക് ഒരു 3 ലക്ഷം, പെണ്ണിൻ്റെ അമ്മക്ക് 2 ലക്ഷം, അപ്പം അങ്ങനെ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ നമ്മളൊരു വിഷയം തന്നെ, അപ്പോൾ അത്തരത്തിലൊരു സമകാലിക പ്രസക്തി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കഥയെ തിരഞ്ഞെടുത്ത്. മാത്രമല്ല അത് നമ്മൾ ഒരു നർമ്മത്തിൽ ചാലിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ടാ ഇതെല്ലാം നല്ല സപ്പോർട്ടാ ഈ വകയിൽ. ഒരു കുട്ടീനെ കിട്ടായിട്ടല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇതുണ്ട്, എല്ലാ സപ്പോർട്ടുണ്ട് ഞങ്ങളെ സിനിമയെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് എല്ലാവരും പോയി കാണണം. ഒത്തിരി സങ്കടപ്പെട്ടു ഞങ്ങൾ ഇതിനകത്ത് നിന്ന്. എനിക്ക് പേഴ്സണലി അറിയത്തില്ലാത്തൊരു സോഷ്യൽ സിറ്റുവേഷനും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സിറ്റുവേഷനൊക്കെയാണിത്. പെണ്ണ് കിട്ടാത്ത അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ചേട്ടന് സെയിം സിറ്റുവേഷനിലാണ് കിടന്നു പോകുന്നത്. അവന് 34 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ചിന്തിക്കുന്നില്ലാത്ത ഒരു സംഭവമാണിത്. അപ്പം ഈ പറയുന്ന പോലെ പെണ്ണ് കെട്ടിയാലേ പറ്റൂ എന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഈ പറയുന്ന ഞാൻ ഈ ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഈ ബ്രിഗേഷ് എന്ന് പറയുന്ന കഥാപാത്രമോ അല്ലെ ആ കഥാപാത്രത്തോട് സാമ്യമുള്ള വ്യക്തികൾക്കോ പെണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അവർ കണ്ടുവന്നിട്ടുള്ള സാധനങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു സാധനം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു സംഭവം ഉണ്ടാവുമല്ലോ, അതായിരിക്കാം. അപ്പോൾ അത് ആ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാണ് മനസ്സിലായത്. ഒരാളാ ചൊറയില്ലല്ല. സത്യം പറഞ്ഞാല് ഞാൻ കുറെ വയസ്സായി കഴിക്കാൻ വേണ്ടി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ 38 അവർ വീട്ടിൽ നിന്ന് വിടുന്നില്ല, ഭയങ്കര ചൊറ. അങ്ങനെ കഴിച്ചു പോയതാ. കഴിക്കുമ്പോ മനസ്സിലായി ചൊറയാന്ന് പറഞ്ഞാൽ ഏടെ ഒരു പെണ്ണും കിട്ടിയില്ല. കുടുങ്ങിപ്പോയതല്ല, പാവ അവള് കുടുങ്ങിയത്, ഞാനല്ല കുടുങ്ങിയത്. അപ്പൊ കല്യാണം കഴിക്കാൻ കുറേ പോയതാ, ഒരു പെണ്ണ് കിട്ടിയില്ല. ലാസ്റ്റ് അന്നേരം ഞാൻ നാടകക്കാരൻ തന്നെ പറയും ഭയങ്കര സന്തോഷത്തോടെ. ചായം കുടിച്ചിട്ട് നാടകക്കാരനെ പെണ്ണില്ല. പിന്നെ അത് മനസ്സിലായത് അതിന്റെ വീട്ടിൽ തന്നെ മിണ്ടാൻ പാടില്ല നാടകം പറഞ്ഞാൽ. അത് നാടകത്തോട് നടക്കുന്ന ഒരു കാലല്ലേ. നാടകക്കാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരാണ്. അങ്ങനെ പെണ്ണില്ല. അങ്ങനെ ഒരു പറ്റി നാടകമല്ല, പെയിന്റിങ് പണിയാണ്, വാർപ്പ് തേപ്പ് അങ്ങനെല്ലാം പരിപാടി എടുക്കും. ജോറായി ഹാപ്പി അത് ഫിക്സ് ആയി. അങ്ങനെ അത് കല്യാണം കഴിച്ച് 2ാമത്തെ ദിവസം പിന്നെ 5 ദിവസം ഒരാളെ കാണുന്നില്ല. നാടകത്തിന് പോയി. ഇത്തിരി സീരിയസ് ആണെന്ന് ആ പെണ്ണ് അറിഞ്ഞില്ല, പാവം. ഇപ്പം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ അതിന്റെ സീരിയസ് മനസ്സായി. പറഞ്ഞിട്ട് കാര്യമില്ല. കലാകാരനോട് അങ്ങനെ ഉണ്ട്. അവരെ ഇഷ്ടം, അവരെ സ്നേഹം കലയും കൊണ്ട് നടക്കുമ്പോൾ അത് പെട്ടെന്ന് മാറ്റി വെക്കാൻ പറ്റൂല.
ഇത് നല്ല രസമില്ല കഥാപാത്രം മന്ദപ്പൻ അല്ലെ എന്താ ബാബു ശരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട്. ആ രസമില്ല ക്യാരക്ടറാണ്. ഒരു വയസ്സെത്ര 37 ഒരു രസകരമായ തമാശ അല്ലേ, ഒരു നാട്ടിൻപുറത്തെ ഒരു കഥാപാത്രമാണ്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഇവരതൊക്കെ പറഞ്ഞ് സാറൊക്കെ പറഞ്ഞ് ശശിയോട്ടാ. പിന്നെ നല്ല ടീം, ഒരു നാട്ടിൻപുറത്തെ ഒരു സിനിമ, കുഞ്ഞു സിനിമയാണ്, എല്ലാവരും വളരെ രസകരമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. ആ വടകര നാടിന്റെ ഒരു സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ആയിട്ട് എത്രയോ മാസം കഴിഞ്ഞാൽ അവര് കുറച്ച് ആൾക്കാർ ഇപ്പവും വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതൊരു സ്നേഹബന്ധം, ഇതെല്ലാം നമ്മളെ പ്രിയപ്പെട്ട ഒരു ടീം. ചില സ്ഥലത്ത് നമ്മൾ 2 ദിവസം ഒരു ദിവസം ഞാൻ ഉണ്ടാവില്ല, 10 ദിവസം ഉണ്ടായി. അപ്പോൾ ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് പോവും. അപ്പൊ അങ്ങനെ ഇത് ഒരു കുറച്ച് ദിവസമില്ല, 10-16 ദിവസമില്ല. അപ്പൊ ആ ഒരു ബന്ധു സ്നേഹം കിട്ടി. ഏറെ സ്നേഹം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ യാത്രക്ക് ഊർജം. അപ്പൊ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. 28-ാം തീയതി ആടുജീവിതം വരുന്നുണ്ടല്ലോ ബ്ലസ്സിയുടെ. ആടുജീവിതം അറിയാമല്ലോ, നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തൊരാൾ പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്മരിയാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ആടുജീവിതത്തിൽ ചെമ്മരിയാടാണെങ്കിൽ ഈ സിനിമയിൽ നാടൻ 2 ആടുകളുണ്ട്. അപ്പൊ 2 ആടുകളെ പറ്റുന്ന കഥയായിരിക്കും ഒരു പക്ഷേ ഏറ്റുമുട്ടുക. ആ സിനിമയോട് ഏറ്റുമുട്ടേണ്ട ത്രാണിയൊന്നും ഞങ്ങൾ സിനിമയ്ക്ക് ഒരു പക്ഷേ ഉണ്ടാവില്ലായിരിക്കാം. അത് എന്താ പറയുക, ബെന്യാമിൻ എഴുതിയ ലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റ് കഴിഞ്ഞാൽ ഒരു നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. വലിയ പടം, വലിയ ഡയറക്ടർ, വലിയ സംഭവമൊക്കെയാണ്. ഈ 2 ആടുകൾ എങ്ങനെ ഈ ഒരു ദിവസം വന്ന് ഭവിച്ചു എന്നറിയില്ല. ഇതിലും 2 ആട് ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ പേടിയില്ല, പേടിയല്ല, പേടി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ പടം കുഴപ്പമില്ല, അത് വലിയ പടം, വലിയ മാസ് പടം, അത് അതിന്റെ രീതിയിൽ പോയി. അതിന് ഒരുപക്ഷെ അതിന് കയറുന്ന ആൾക്കാർ അതിന്റെ ഓവർഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കയറുമെന്നൊരു ഒരു ആശ്വാസം കൂടി ഈ പടത്തിലുണ്ട്. ഞാൻ ഒറ്റക്കല്ല ഇതിന്റെ തിരക്കഥ. എൻ്റെ കൂടെ ഫൈസൽ അബ്ദുള്ള എന്നിട്ട് ഫാറൂഖ് സ്കൂളിൽ ഒരു മാഷുണ്ട്, ഫൈസൽ മാഷ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വർത്തമാനം ഭയങ്കര കഷ്ടപ്പെട്ട് വർത്തമാനം പറഞ്ഞു, അച്ചടി ഭാഷ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഭാഷയെ പറയാം. ഞാൻ വടകരയുള്ള ആൾക്കാർക്ക് അറിയായത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു പെണ്ണ് കിട്ടായിട്ട് ഓടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഉപരി ബ്രിഗേഷ് എന്ന് പറയുന്ന, വാണമ്പറമ്പിൽ ബ്രിഗേഷ് എന്ന് പറയുന്ന പ്രശാന്ത് ചെയ്യുന്ന ഒരാളുടെ ത്രൂ ഔട്ട് ലൈഫാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിലെല്ലാ വീട്ടിലുള്ളതുപോലെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ചോദ്യം വളരെ ഭാഷയാണ്. എല്ലാവരും ഇതിൽ വളരെ മനസ്സിലാക്കാൻ സംസാരിക്കുന്നത്. എല്ലാവരും പ്രശാന്തിനൊക്കെ വന്നിട്ട് ഒരു 4 ദിവസം കൊണ്ട് പ്രശാന്തും പിന്നെ രമ്യ സുരേഷിൽ അടിച്ച് പൊളിച്ചതില് ഭാഷ. രമ്യ സുരേഷ് കണ്ടില്ല ഒരുപാട് സിനിമകളിൽ അമ്മമ്മ, കുഞ്ഞമ്മ ഈ റോളെല്ലാം ചെയ്തിട്ട്. ഇതില് ഞങ്ങൾ നാടിന് മലബാറിലെല്ലാം പാർട്ടിക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. രമ്യ സുരേഷ് അടിപൊളി ബ്രാഞ്ച് സെക്രട്ടറിയേറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രക്ക് പിന്നെ സ്ലാങ് പെട്ടെന്ന് കഴിയും. ബാക്കി പ്രശാന്തും അതുപോലെ മഞ്ജു പത്രോസ്, അരിസ്റ്റോ സുരേഷ്, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരാണ് ഈ സിനിമയിലുള്ളത്. TV എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. അല്ലാണ്ട് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ മാത്രം പുതിയേ ഉള്ളൂ. അപ്പോൾ പിന്നെ വടകര സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഞങ്ങൾ ഇനിയും ഫ്യൂച്ചറിൽ പടം എടുക്കുകയാണെങ്കിൽ കൂടെ എല്ലാം വടകരയായിരിക്കും, വേടിൻ വടകര. കാരണം വടകരക്ക് അത്രയും കഥ പറയാനുണ്ട്. വടകര എവിടെയും അറിയപ്പെട്ടില്ല, വടകര എവിടെ എത്തിയിട്ടില്ല, വടകര ആരും കാണുന്നില്ല, അറിയുന്നില്ല. കോഴിക്കോട് ജില്ലയിലെ ഒരു കോണറിൽ, തലശ്ശേരി കണ്ണൂർ സ്റ്റാർട്ടാകുമ്പോൾ ഒരു സ്ഥലമാണല്ലോ വടകരയിൽ. ശരിക്കുള്ള ഭാഷ പറയാൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി. ബാങ്കി പോവും അറിയാൻ പറ്റില്ല. വേഗം ഇറങ്ങി പോകുന്നതാണ്. ഓളോട് പോയി ഓളങ്ങ് തൂ, അതായത് അവളങ്ങ് മറ്റേ വീട്ടിൽ പോയി എന്നാണ് പറയുന്നത്. ഇപ്പം മുത്തശ്ശി ശരിക്ക് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും വളരെ ഭാഷ പറഞ്ഞ കാര്യമൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ക്ലീശ പിടിക്കാണ്ട് ഒത്തുപിടിച്ചൊക്കെ പിടിച്ചതാണ് നമ്മളിതിലെ ഭാഷ. കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല കോമഡി. എനിക്ക് തോന്നുന്നു എനിക്ക് സീരിയസ് ആയിട്ടുള്ളതും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളതൊക്കെ എനിക്ക് കുറച്ച് ഈസിയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഈ കോമഡി പിന്നെ കുശുമ്പു പിടിക്കുന്ന മറ്റേ മീന ചേച്ചിയൊക്കെ ചെയ്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൈക്കോ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ്. അതെ, ഈ സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണോ എല്ലാവരും അതിനെ തന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ല, എന്നെ വിളിച്ചാൽ ഉറപ്പായിട്ടും പക്ക സൈക്കോ ആകും ഞാൻ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇതിലും. അങ്ങനെ വേണ്ട, ഓക്കെ, ഞാൻ ഇപ്പൊ കുറെ സിനിമകളായില്ലേ, ഇപ്പൊ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അപ്പൊ ഇനി കുറച്ച് മാറി പിടിക്കാം, വേറെ നല്ല സാധനങ്ങൾ വരും. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവർ പറയും, ചേച്ചി ഞങ്ങൾ ആ സിനിമയിലെ ആ ഒരു ലുക്ക് വെച്ചിട്ടാണ് വിളിച്ചത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ചേച്ചി ഭയങ്കര വേറെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മാത്രമല്ല, ചേച്ചിക്ക് വേറെ ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്ത ചെയ്യുമ്പോൾ വേറെ ചെയ്യാം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത്ര സിനിമകളൊക്കെ ആയില്ലേ, ഇനി ഒന്ന് ചൂസ് ചെയ്യാം, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വരുന്നത് മുഴുവനും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ
ഇങ്ങനത്തെ കരഞ്ഞു പോകുന്നത് വേണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 8-10 മാസം സിനിമയില്ലാതെ ഞാൻ വീട്ടിലിരുന്നു. അപ്പോൾ മനസ്സിലായത് അതിൽ വലിയ കാര്യമില്ല. ഞാനിങ്ങനെ കരഞ്ഞു കൂവിയും അല്ലെങ്കിൽ ദാരിദ്ര്യമൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു തമിഴ് സിനിമ കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യുക, അത് ടൈപ്പ് കാസ്റ്റ് ആവോ എന്തോ വലിയ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നേ വരുന്നത് ചെയ്യുക. ആർക്കെങ്കിലും ഇപ്പം പ്രശാന്തൊക്കെ പടങ്ങളൊക്കെ ചെയ്യാനുള്ള അങ്ങനെയൊക്കെയുള്ള പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് മാറി ചിന്തിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ കൊടുത്താൽ അവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലവർ പൊളിയായിരിക്കും, അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും തലവരെ മാറണമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഒരു കോമഡി പടം, അതൊരു ലവ് സ്റ്റോറി തന്നെയല്ല, ഇതൊരു കുടുംബ ചിത്രം. എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയ 6 മനോഹരമായ പാട്ടുകൾ ശിബു സുകുമാരൻ ചെയ്തിട്ടുണ്ട്. കൈതപ്പുറത്തിന്റെ ഒരു ഭയങ്കര കമ്പേക്കാരി ഒരു വിശ്വാസക്കുറവില്ല. ഒരു ഈ 72-ാം വയസ്സിലെ അദ്ദേഹം 5 പാട്ടുകൾ ഇതിലെ 5 മണിക്കൂറുകൊണ്ട് 5 പാട്ടുകൾ എഴുതി തന്നിട്ടുണ്ട്. ഇതിന്റെ വളരെ മനോഹരമായ പാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിടണം. സ്വപ്ന സുന്ദരി, അതുപോലെ തന്നെ പുയ്യാപ്പുള, അത് എന്റെ സൽഫിർ എന്ന് പറഞ്ഞിട്ട് വേറൊരു മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പടത്തിന് ന്യൂജൻ ഓൾഡ് ജൻ ഇല്ല, ഇത് ജൻ മൂവിയാണ്, ജനങ്ങളുടെ മൂവിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്തിക്കും എല്ലാവരുടെ ഈ പടം തിയേറ്ററിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ പോയി അറിയിക്കുക നിങ്ങളെ കയ്യിലുള്ള മാധ്യമത്തിലൂടെ. ഓക്കെ.